പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ? അതുപോലെ ഒരു പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് വന്ന കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച് അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശ്യാമയുടെ സമ്പത്തിന് മുഴുവൻ അവകാശി അവളാ. അവൾക്ക് 18 വയസ്സ് തികയുമ്പോ സ്വാഭാവികമായും ശ്യാമയുടെ സമ്പത്ത് കൈമാറണമെന്നാണ് ഉടമ്പടി പ്രമാണം. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ക്രൂരത കൂടി വേണ്ടിവരും. മാഡം, കൊല്ലാൻ കൊടുത്തവൻ അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുത്തി ശ്യാമയ്ക്ക് മുന്നിൽ എത്തുന്നതിന് മുൻപ് കണ്ടുപിടിച്ച് കൊല്ലേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. തേടട്ടെ, തേടിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ ജീവനോടെ ഉണ്ടായാൽ പോലും അമ്മയും മോളും തമ്മിൽ കാണില്ല. തടസ്സമായിട്ട് ഒരു മരണം ഉണ്ടാകും. ഒന്നുകിൽ മകളുടെ, അല്ലെങ്കിൽ അമ്മയുടെ. മോളെ, മോളെ പ്രിയേ, മോളെ, മോളെ എഴുന്നേക്ക്. എന്താ? എന്തുപറ്റി? പട്ടാപ്പകലിങ്ങനെ കിടന്നുറങ്ങാൻ? സ്വപ്നം കണ്ട് കിടന്നതാവും. കല്യാണം അടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഇങ്ങനെ തന്നെയാ. മോള് വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവാൻ. കളിമംഗലത്തുനിന്ന് അവരിപ്പോ വരും. ആ, അമ്മേ, ഈ പറയുന്ന ചടങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാനിതുവരെ അങ്ങനെ ഒരു ചടങ്ങിന് പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വന്നൊരു പരിഷ്കാരമല്ലേ. എന്താ ചെയ്യാന്ന് വെച്ചാ അവര് ചെയ്തോളും. നമ്മൾ വെറുതെ കാഴ്ചക്കാരായി നിന്നാ മാത്രം മതി. എന്താ ദേവ? ഞാനിപ്പോ അതിൽ എന്ത് പറയാനാ? പലപ്പോഴും പല ആളുകളും ദീർഘനിശ്വാസത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നായിരുന്നു ഞങ്ങളുടെ കല്യാണമെങ്കിൽ അങ്ങനെ ആവായിരുന്നു, ഇങ്ങനെ ആവായിരുന്നു എന്നൊക്കെ. എന്റെ മകൾക്ക് നാളെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിന് സമ്മതിച്ചത്. അതെ പ്രിയങ്കമോളെ, മോക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യണോ? വേണ്ട. യശോദേ, മോൾക്ക് കുളിക്കാൻ ഇത്തിരി ചൂടുവെള്ളം എടുത്തു വെക്ക്. പെട്ടെന്ന് കുളിച്ചു വരട്ടെ. ശരി. ആ, ഞാൻ പുറത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയായി നോക്കട്ടെ അമ്മേ. സ്വപ്നത്തിൽ നിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? ഇനി സ്വപ്നത്തിലെ അവൻ മാത്രമേ പാടുള്ളൂ. എന്നിട്ട് പതുക്കെ പതുക്കെ അവനെ സ്നേഹിച്ചു തുടങ്ങണം.
വിവാഹം കഴിക്കുന്ന പുരുഷന്റെ ചിന്ത പോലും സ്വന്തമാക്കി കഴിയുമ്പോഴാ ഒരു പെണ്ണിന് പൂർണ്ണത വരുന്നത്. കേട്ടല്ലോ? ആ, പെട്ടെന്ന് എഴുന്നേറ്റ് വാ കുട്ടി. എന്തൊരു കഷ്ടം ഇത്. മൈലാഞ്ചി വേണ്ട, ഒരു കുന്തവും വേണ്ട. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഈ ശരത്തിന് കിട്ടില്ല. എല്ലാത്തിന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുന്ന പറയുന്നതല്ലാതെ വേറൊന്നും ചെയ്യുന്നുമില്ല. അവസാനം ഞാൻ കുടുങ്ങിപ്പോവും. മോശം. വാവ്, ഹൗ ബ്യൂട്ടിഫുൾ. വാവ്. പെണ്ണുങ്ങൾക്ക് അഴക് മാത്രം കിട്ടിയാൽ പോരാ, അത് പരിപാലിക്കാനുള്ള ഒരു മിടുക്കും കൂടി കിട്ടണം. ഈ കളർ സെൻസ്, അത് ഉടുത്തിരിക്കുന്ന സ്റ്റൈൽ, ആരും തോറ്റുപോകും. ഈ ലെഹങ്ക പണിക്കേഴ്സിൽ പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചതാ. വേറൊരാൾക്ക് പോലും ഈ ഡിസൈൻ ഉണ്ടാവില്ല. ഓ, ഇതേ കൽപ്പനയുടെ മാത്രം സ്റ്റൈലാ. ഗുഡ്. ഈ കളർ ടോൺ ഗ്രേറ്റ്. എന്ത് പറയാനാ. ചില ചിത്രകാരന്മാരെ ചിലരുടെ കൃത്യമായ അളവുകൾ വരയ്ക്കില്ലേ, അതുപോലെ പെർഫെക്റ്റ്. ഈ സൗന്ദര്യം, ഈ സ്റ്റൈൽ, ഈ മോഡേണിങ്, ഇങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊതിക്കുന്നത്. സൂര്യ ഒരുപാട് ഭാഗ്യവാനാ. പക്ഷേ എനിക്ക് ഭാഗ്യം തീരെയില്ല. അത് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. കൺമുമ്പിലുള്ളതിന് പോരായ്മ തോന്നിയ കയ്യെത്തുന്ന ദൂരത്തുനിന്നും പിടിച്ചെടുക്കണം. അതാ വേണ്ടത്. തടസ്സങ്ങളുണ്ടല്ലോ, തട്ടി മാറ്റണം. ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കാനേ കുറച്ച് കാലേ ഉള്ളൂ. നഷ്ടപ്പെടുത്തിക്കൂടാ, ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ.
എന്താ ഇവിടെ? എന്താ ഇവിടെയെന്ന്? അല്ല, ഏട്ടത്തിയുടെ ഡ്രസ്സ് മനോഹരമായിട്ടുണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ. കൽപ്പനയ്ക്ക് ഇറങ്ങാറായില്ലേ ഇതുവരെ? ഞാൻ റെഡിയാണ്. എന്നാ വാ. പെണ്ണുങ്ങൾ ഒരുങ്ങുന്നതിനെ പുകഴ്ത്തിയല്ല ആണുങ്ങൾ കഴിവ് തെളിയിക്കേണ്ടത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എല്ലാം വളരെ പെട്ടെന്നായിപ്പോയി അല്ലേ തിരുമേനി? അതെ അതെ, ഇങ്ങനൊരു കാര്യം വന്നു, പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. ഒരു ശുഭമുഹൂർത്തം തൊട്ടടുത്തുണ്ടാവുമ്പോ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതേതായാലും നന്നായി. കണിമംഗലം കുടുംബത്തൊന്നൊരു ബന്ധം വരിക എന്ന് പറഞ്ഞാ അതെന്തായാലും ഒരു ഭാഗ്യം തന്നെ. ഈശ്വര കടാശം, അല്ലാതെ എന്തു പറയാനാ? അതെ, ഈശ്വര കടാക്ഷം തന്നെയാ. ഇത്രയും കാലം പൂജിച്ചതിനും ഉപാസിച്ചതിനും അവസാനം ഭഗവാൻ എനിക്കൊരു ഫലം തന്നു, അത്ര തന്നെ. ഈ മൈലാഞ്ചിയുടെ ചടങ്ങൊക്കെ വളരെ അടുത്താ നമ്മുടെ ഇടയിലേക്ക് വന്നത്. ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുട്ടികളുടെ ആഗ്രഹത്തിന് അദ്ദേഹം ഒരിക്കലും എതിര് നിൽക്കില്ല. അതെ അതെ സുശീലേ, കാലം നമ്മുടെ മുന്നിലിങ്ങനെ മാറി മാറി വരുന്നത് അമ്പരപ്പോടെ നോക്കിക്കാണുക എന്നല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പണ്ടൊക്കെ റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം മേനോത്ത് പറമ്പിലേക്ക് അച്ഛനുമായിട്ട് നടന്നു പോയതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെ സ്വന്തമായി റേഡിയോ വന്നു. അത് കഴിഞ്ഞപ്പോൾ ടി വി ആയി, ഫോണായി. ഇന്നിതാ എത്ര ദൂരത്തുള്ളവരും ഫോണിലൂടെ നേരിട്ട് കാണുന്നു, സംസാരിക്കുന്നു. കാലം കുതിച്ചു പായുമ്പോ ഇത്തിരി കതച്ചിട്ടാണെങ്കിലും ഓടിയെത്തിയല്ലേ പറ്റൂ. ഇനിയിപ്പോ കല്യാണത്തിനും പ്രത്യേകതരം ചടങ്ങുകളൊക്കെ ആയിരിക്കോ? ചടങ്ങുകളുടെ നിറം എത്ര കൂടിയാലും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള മനപ്പൊരുത്തം തന്നെയാണ് മുഖ്യ ഘടകം. അതിനൊരു കാലത്തും മാറ്റം ഉണ്ടാവില്ല. നന്ദോട്ടാ, നീ അകത്തേക്ക് ചെല്ലേ. ചേച്ചി എന്താ പുറത്തുനിന്ന് നിൽക്കുന്നേ? ഒന്നുമില്ലടാ. ചേച്ചിക്ക് സങ്കടം ഉണ്ടല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. പിന്നെ നീ ഇങ്ങനെയൊന്നും ആരുടെ മുന്നിൽ വെച്ച് പറയരുത് കേട്ടോ. നേരത്തെ വന്നായിരുന്നു, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ. മോൻ ചെല്ലേ. വാ. എന്താടി നീ ഇവിടെ ചെയ്യുന്നത്? അകത്ത് ജോലിയൊന്നുമില്ലേ? എല്ലാം ഞാൻ ചെയ്തു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വരാനുള്ളവര് വന്ന് കയറുമ്പോഴേക്കും നിലം മുഴുവൻ അഴുക്കാവും. അതൊന്ന് തുടച്ചൂടെ നിനക്ക്? ഇപ്പൊ ചെയ്യാൻ മുത്തശ്ശി. ആ, എന്നാ ചെല്ല്. ഇതെന്താ മുഖം ഒരു മങ്ങല് പോലെ? അയ്യോ, മുത്തശ്ശിക്ക് കണ്ണുപിടിക്കാത്തോണ്ടാ. പ്രിയങ്കയുടെ മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ട്. എന്റെ കണ്ണ് നീ പിടിപ്പിക്കണ്ട. ഒരു കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവും. എന്താ കുട്ടി ഇത്? എന്തിനാ മുഖം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് ചിരിച്ചോണ്ടിരുന്നൂടെ നിനക്ക്? മുത്തശ്ശി ഒന്ന് പോയേ. ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണോ ചിരിക്കുന്നത്? എന്നാ എല്ലാം കഴിഞ്ഞിട്ട് ചിരിച്ചാ മതി. നിനക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നടക്കുമ്പോഴേ മുത്തശ്ശിക്ക് എന്ത് സന്തോഷാണെന്നറിയോ? കുറച്ചു മുമ്പ് ഇതൊക്കെ ചെയ്തതല്ലേ മോളെ?
പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യാൻ. കുറച്ചുകൂടി വൃത്തിയായി കിടന്നെന്ന് വെച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നീ അങ്ങോട്ട് ചെല്ല്. ഒന്ന് അമർത്തി അങ്ങോട്ട് തുടക്കണി. നിന്റെ വളം ഊരി പോവോ? ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങി മാറിയിരുന്നോളണം. നിന്റെ ഈ തിരുമുഖ ആളുകളെ കാണിക്കാൻ വേണ്ടി ചടങ്ങ് നടക്കുന്നിടത്തേക്ക് കേറി വരരുത്. വരുന്നവർക്ക് നിന്റെ ജന്മദോഷം അറിയില്ലെങ്കിലും നിനക്കത് നന്നായിട്ട് അറിയാമല്ലോ. നിന്റെ സാന്നിധ്യം മതി എല്ലാം നശിക്കാം. ചേച്ചി ചേച്ചി ഇത് വേഗം ചെയ്തു തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് പുറത്തു പോയി വർത്താനം പറഞ്ഞിരിക്കാം. ഈ കോളേജുകാരെന്തിനാ വീണ്ടും വന്നിരിക്കുന്നത്? നാളെ അവരുടെ ഫൈനൽ ഫംഗ്ഷനാ. അതിൽ ശ്യാമ മാഡത്തിനെ പങ്കെടുപ്പിക്കണമെന്നാ അവരുടെ ആഗ്രഹം. പറ്റില്ലെന്ന് മാലിനി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. ഇപ്പൊ റിസപ്ഷനിൽ വന്നതിന് ശേഷം അവർ വിളിക്കുന്നത്. ശ്യാമ മാഡത്തിനെ നേരിട്ട് കാണണമെന്ന് തന്നെ അവര് പറയുന്നത്. ശ്യാമ അവരെ കാണേണ്ട ആവശ്യമില്ല. അവരെ തിരിച്ചയക്കണം. അങ്ങനെ ഒരു ഫംഗ്ഷന് ശ്യാമ പങ്കെടുക്കണ്ട. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ശ്യാമ മേഡത്തിന് സമ്മതിപ്പിക്കണം. കുട്ടികളെല്ലാം വല്ലാത്ത ത്രില്ലിലാണ്. നാളത്തെ ഫംഗ്ഷനിൽ കൂടി ശ്യാമ മേഡം പങ്കെടുക്കുകയാണെങ്കിൽ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ എന്നെന്നും ഓർമ്മിച്ചു വെക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് അത് മാറും. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മേഡം. ശ്യാമ മേഡം നോക്ക്, സാധാരണ ഇത്തരം ഫംഗ്ഷൻസിലൊന്നും ശ്യാമ പങ്കെടുക്കാറില്ല. എന്നിട്ടും നിങ്ങളോട് എന്തോ പ്രത്യേകത തോന്നി ഒരു തവണ വന്നു. വീണ്ടും വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാന്ന് പറയുന്നത് മോശമല്ലേ? ബുദ്ധിമുട്ടാണെന്നറിയാം. കുട്ടികളുടെ ആഗ്രഹമല്ലേ. അവർ ശ്യാമ മേഡത്തിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുകൊണ്ടാ. നോക്ക്, ശ്യാമ ഒരു സെലിബ്രിറ്റിയാ. ശ്യാമയെ ആരാധിക്കുന്നവര് ഇഷ്ടം പോലെയുണ്ട്. അവരൊക്കെ നടത്തുന്ന ഫംഗ്ഷൻസിന് ശ്യാമ പോണമെന്നുണ്ടോ? ശ്യാമ മേഡത്തിനോട് ഞങ്ങളൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റിയ മാഡം സമ്മതിക്കുന്ന ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഞങ്ങൾ ഇവിടുന്ന് പോവുക. ശ്യാമ റെഡി ആയിക്കൊണ്ടിരിക്കുക. വി ഹാവ് സം അതർ പ്രോഗ്രാംസ്. നിങ്ങള് വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യൂ. ഇത് നടക്കില്ല. നമസ്കാരം മേഡം. ശ്യാമേ, ഞാൻ ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരെ വേറെ ഗസ്റ്റിനെ അറേഞ്ച് ചെയ്തോളൂ. വെരി സോറി മാഡം. ആരാധിക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ. കുട്ടികൾ ഒന്നാകെ ആവശ്യപ്പെട്ടതുകൊണ്ട്. എഴുതി, നാളെ എനിക്ക് ഇവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തോളൂ. ശ്യാമ എന്തായി പറയുന്നേ? ഈ നാട് എനിക്കിഷ്ടായി, ഒരുപാട് ഇഷ്ടായി. പിന്നെ ഇവരുടെ കോളേജും അവിടുത്തെ കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടായി. ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാം. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മേഡം, പ്രതിഫലത്തിന്റെ കാര്യമൊക്കെ എത്രയാണെന്ന് അറിയിച്ചാൽ മതി. ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തോളാം. വേണ്ട, പ്രതിഫലത്തിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ വരുന്നത്. എന്റെ മനസ്സിന്റെ സന്തോഷം. നിങ്ങൾ പോയിക്കോ. ശരി മാഡം. എന്താ ശ്യാമയെ കാണിക്കുന്നത്? പോവാൻ തീരുമാനിച്ചതല്ലേ? അവർ ഓഫർ ചെയ്ത് പൈസ കൂടി വേണ്ടെന്ന് വെച്ചത് എന്തിനാ?
സമ്പാദിച്ചു കൂട്ടിയതൊന്നും എനിക്ക് മനസ്സമാധാനം തന്നിട്ടില്ലല്ലോ. പിന്നെ പണത്തിന് എന്ത് പ്രസക്തിയാ? ആരും എന്നെ ഇവിടെ പിടിച്ചു നിർത്താം. എന്തോ പ്രിയപ്പെട്ടത് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളതുപോലെ. പോണം, പോയേ പറ്റൂ. മാഡം, കാര്യങ്ങൾ അപകടത്തിലേക്കാണോ? ശ്രദ്ധിക്കണം മാലിനി. ചില സംശയങ്ങൾ എനിക്കും തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ശ്യാമയെ തേടി ആര് വന്നാലും, ശ്യാമ എവിടെ പോയാലും നമ്മുടെ കണ്ണുകൾ അവളുടെ പുറകെ ഉണ്ടായിരിക്കണം.